എല്ലാ കമ്പനീസിലും ഫ്രഷേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടാവുമല്ലോ. നമ്മൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺ ടൈമെങ്കിലും ഫ്രഷ് ആയിരുന്നു കാണും. ആ ടൈമിൽ നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അത് നമുക്കെങ്ങനെ ഓവർകം ചെയ്യാം? കാരണം നമുക്ക് ഒരു ഇമെയിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് അധികം അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷനാണ് ഇത്. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ വേറൊരു കൺട്രിയിലും ഒക്കെ ജോയിൻ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും കേട്ടോ. നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് കിട്ടുമ്പോൾ തൊട്ട് നമുക്ക് ഒരു അറിവും ഉണ്ടാവില്ലല്ലേ. ഫസ്റ്റ് ടൈം നമ്മൾ ഔട്ട്ലുക്ക് യൂസ് ചെയ്യുന്നത്, ഈവൻ ദോ നമ്മൾ സ്കൂളിലും കോളേജസിലൊക്കെ നമുക്കിതിൻ്റെ ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ ഒരു വർക്കിലോട്ട് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടൊരു നോളജ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഏത് ഇമെയിൽ നമുക്ക് വന്നാലും എന്ത് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിലും ഈച്ച് ആൻഡ് എവറി പ്രോസസ്സ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക എന്നുള്ളതാണ്. മാക്സിമം വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം വെർബലി നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ പറയുന്ന ആളും അത് കേൾക്കുന്ന ആളും കുറച്ച് കഴിയുമ്പോൾ മറന്നു പോയിരിക്കും. പിന്നെ അത് വേറൊരു കോൺഫ്ലിക്റ്റിലോട്ട് അത് വരികയും ചെയ്യും. അപ്പോൾ ഓൾവേസ് കീപ്പ് എവറിത്തിങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമുക്ക് ഇമെയിൽ ത്രൂ മാത്രം എന്ത് കമ്മ്യൂണിക്കേഷനും ചെയ്യാം. പിന്നെ പരമാവധി നമ്മൾ നെസസറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം CC വയ്ക്കുക. അൺനെസസറി ആയിട്ട് എല്ലാവർക്കും CC വെച്ച് അവരുടെ ഇമെയിൽ ഫുള്ളാക്കരുത്, ഇമെയിൽ ഇൻബോക്സ് ഫുള്ളാക്കരുത്. ഈ കമ്മ്യൂണിക്കേഷൻ ഞാൻ മെയിനായിട്ട് ഫ്രഷേഴ്സിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് എന്താ ഇതൊക്കെ പറയാൻ വട്ടാണോ എന്ന് ചോദിക്കും. പക്ഷേ ഇത് മെയിനായിട്ട് ഫ്രഷേഴ്സിനും ഫസ്റ്റ് ടൈം കമ്പനി ജോയിൻ ചെയ്യുന്നവർക്കും ഒരു വെരി ലിമിറ്റഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ വേറൊരു അഡീഷണൽ കാര്യം പറയാനുള്ളത്, നമ്മുടെ ദിവസമുള്ള നോട്ട്സ്, അതായത് എന്തൊക്കെയാണ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, പ്രയോറിറ്റി ആയിട്ട് ഏതൊക്കെ ഫസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ എപ്പോഴും ഒരു നോട്ടിൽ റെഡിയാക്കി വെക്കുന്നത് നന്നായിരിക്കും. നോട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ, ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ വർക്ക്സ് എല്ലാം ഞാനിങ്ങനെ നോട്ട്സ് ആക്കി വെച്ചിട്ട് ഇങ്ങനെ ടിക്ക് 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 ഇട്ട് പോകും. അതായത് പ്രയോറിറ്റി ബേസ് ചെയ്ത് നമുക്ക് എന്നും രാവിലെ വരുമ്പോൾ ഡേറ്റ് അവിടെ ഇട്ടതിന് ശേഷം നമ്മൾ അന്നുള്ള നോട്ട്സ് എന്തൊക്കെയാണ് വേണ്ടത്. നോട്ടെന്ന് വെച്ചാൽ essay പോലെ എഴുതണമെന്നല്ല, മേജർ ടാസ്ക് എന്താണെന്നുള്ളത്, ടു കംപ്ലീറ്റ് ദിസ് കംപ്ലീറ്റ് ദാറ്റ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു 1 or 2 വേർഡ്സ് ചെയ്ത് മെൻഷൻ ചെയ്ത് 1 to 10 അല്ലെങ്കിൽ ജസ്റ്റ് നമ്പർ ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോവാം. മാക്സിമം വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ഒരു സെൽഫ് മോട്ടിവേഷനും കൂടെയാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ, ഓക്കെ ഇതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിതുകൊണ്ട് മേജർ ബെനിഫിറ്റ്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഏതൊക്കെയാണ് ചെയ്യുന്നത് നോക്കാനും ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അറിയാം. ഇതൊക്കെയാണ് സ്മോൾ ടിപ്സ്. ബാക്കി ഞാൻ നെക്സ്റ്റ് അപ്കമിങ് ആയിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ watch my video, and if you like it, just put a like so that it will motivate me to put more videos.